ഞാനേ ഇല മുറിക്കാൻ വന്നതാ. ഗുരുവായൂരപ്പാ രക്ഷിക്കണേ സ്വാമി. ഉണ്ണി എവിടെയാ? പ്രാതൽ കൂടെ കഴിക്കാണ്ടവൻ എവിടെയാ എന്താൻ പോയത്? കർമ്മഫലം. കടലാസം മനസ്സിലൊക്കെ ആയിട്ട് ആനപ്പറമ്പിൽ അലഞ്ഞിരിക്കണ്ടാവും. ഞാൻ വേണമെങ്കിൽ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, അവൻ ഇഷ്ടമുള്ളപ്പോ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോ പോകട്ടെ. ആ ഓമുണ്ണി അബ്ദുള്ളയെ കണ്ടോ? കണ്ടു. കിഴക്കിടത്തെ തേങ്ങ കൊടുത്ത വകയിൽ ഒന്നും ഇങ്ങോട്ട് വരാനില്ല. കടം മേടിച്ച വകയിൽ കുറച്ച് അങ്ങോട്ട് ചെല്ലാറുണ്ടേ. 3 പാടത്തെ മിച്ചം നെല്ല് ഇന്ന് തന്നെ അങ്ങോട്ട് കൊടുത്തേക്കും. 10 പറ നെല്ലെങ്കിൽ ഇവിടുത്തെ 10,000-ത്തിലും കാണണ്ടേ? ഇവിടുത്തെ ചെലവിനുള്ള നെല്ലിന് വേണ്ടി പുറത്തു പോകേണ്ടി വന്നാല് ഇക്കുറി കേശവനുള്ള അളവ് അങ്ങോട്ട് വേണ്ടെന്ന് വെച്ചാലെന്താ? ഏതായാലും ഗുരുവായൂരപ്പനും കേശവനും ഉള്ളത് മുടങ്ങരുത്. വലിയ കാരണവന്മാരായിട്ടുള്ള മുറ കേശവൻ കണിശമായും ദിവസവും മുഖം കാണിക്കാൻ വരുന്നത് താൻ കാണില്ലേ? ഓലോത്ത ഒരംഗമാ കേശവനും. അവനും എനിക്കും ഏതാണ്ട് സമപ്രായമാണ്. നിലമ്പൂരെന്ന് തന്നെയാ കേശവനും എനിക്കും ബന്ധം. അറിയാം അറിയാം. ഏതാണ്ട് 12 വയസ്സ് പ്രായം. കേശവന്റെ കീഴിൽ നിന്ന് ഞാൻ മാറില്ല. ഞങ്ങൾ ഒന്നിച്ച് കളിക്കും, മണ്ണിലുരുളും, കുളിക്കും, ശർക്കരയുണ്ടേയും തിന്നും. വിളിക്കുമ്പോ കാണാത്തതിന് അമ്മാവന്റെ ചൂരക്കഷായവും കിട്ടും. അറിയോ കോമണി, കേശവനാ നിധി കാലുകൊണ്ട് തട്ടി എന്നെ കാണിച്ചു തന്നത്. എന്ത് നിധിയെ? നിധി ഒരു പൊന്നും കൂടെ നിറയെ പണം. ഇന്നും ഗുരുവായൂരപ്പന്റെ വാകച്ചാർത്തിന് അഭിഷേകം നടത്തുന്ന പൊന്നും കുടങ്ങളിൽ ഒന്ന് അതാ. ഗുരുവായൂരപ്പന്റെ ആദ്യത്തെ പൊന്നും കുടം. ഉണ്ണി ഇങ്ങനെ തെക്ക് വടക്ക് നോക്കി നടന്നാൽ മതിയോ? പിന്നെന്താ ചെയ്യണ്ടേ? ഓലോം കുറച്ചൊക്കെ ക്ഷയിച്ചെങ്കിലും ഗുരുവായൂരപ്പന്റെ കാരുണ്യം കൊണ്ട് നോക്കി നടത്തിയാൽ കഴിയാനുള്ള വക ഇപ്പോഴും ഉണ്ട്. ഈ നില തുടർന്നാൽ ഇത് അവസാനിക്കാൻ അധികം നാൾ വേണ്ടി വരില്ല. അതെ, അത് തന്നെയാ എനിക്ക് നിന്നോടും പറയാനുള്ളത്. മനസ്സിലായില്ല? ഇല്ല, വേണ്ടതൊന്നും നിനക്ക് മനസ്സിലാവില്ല. ബുദ്ധിക്കുറവുണ്ടായിരിക്കും. അമ്മാവനല്ലേ എന്നെ എഴുത്തിനിരുത്തിയത്. കേട്ടോ കൊമുണ്ണി, ഉണ്ണിയുടെ മുലവറ്റ സംസാരം മനമുരുകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോഴേ ഞാൻ ഇവിടുത്തുകാരനല്ലേ എന്ന് പറയാനാ തോന്നണത്. അമ്മാവൻ ഓണമൂട്ടലുകൾ നിർത്തണം. കീഴടങ്ങളിലേക്ക് ഇനി മേൽ അരി അളക്കരുത്. വഴിപാടുകൾക്കായി വരവും വീതിക്കരുത്. പിന്നെ ഈ പരിചാരകന്മാരും കുന്തക്കാരും ഒന്നും നമുക്കിനി വേണ്ട. പരമ്പരയായിട്ടുള്ള പഴക്കം ഞാനായിട്ട് നിർത്തില്ല, നീയായിട്ടല്ല നിർത്തിക്കൂ. ഇത്ര നാളും ആജ്ഞാപിച്ചില്ലേ, ഇനി ഇളം തലമുറ അപേക്ഷിക്കുന്ന ഒന്ന് അനുസരിക്കണം. ഇക്കാര്യത്തിലൊന്നും നിന്റെ ഉപദേശം എനിക്ക് വേണ്ട, മനസ്സിലായോ? മനസ്സിലായി. അതുകൊണ്ട് തന്നെയാ ഒരു ചെറിയ ജോലിക്ക് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എവിടെയും പോകണ്ട, അതൊക്കെ കുറച്ചില്ല. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കി നടന്നാൽ മാത്രം മതി. അതെ, അത് തന്നെയല്ലോ. ഓ അടിയൻ അവിടുന്ന് എന്തെങ്കിലും കൽപ്പിച്ചോ ആവോ? എന്റെ കാലം ഏതാണ്ടൊക്കെ തീരാറായിരിക്കണം. ശ്രീദേവിയെ ഉണ്ണിയെ അങ്ങോട്ട് ഏൽപ്പിച്ചാൽ പിന്നെ എനിക്ക് സമാധാനമായല്ലോ. ഉണ്ണേട്ടാ, കാക്കുടിക്കാൻ വരും. ധിക്കാരി, മനമുരുകുന്നു.